ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സൂസ് കിച്ചൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഉണ്ടാക്കുന്നത് ഒരു വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു പുഡിംഗ് ആണ് കേട്ടോ. നല്ല അടിപൊളി പുഡിംഗാണിത്. കാണാനും നല്ല ഭംഗിയാണ്, അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് നിങ്ങളൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് ഇപ്പം മനസ്സിലാവുണ്ടാവില്ലേ, അഹാനയുടെ തോന്നൽ കേക്ക് അതുപോലെ തന്നെയാണ് കേട്ടോ. അതേ ഇതിൽ തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്, പക്ഷേ ഇതൊരു പുഡിംഗ് ആണ്. അപ്പോൾ അതിൽ നമ്മൾ ചോക്ലേറ്റ് ഒക്കെ അല്ലേ ഉപയോഗിച്ചിട്ടുള്ളത്. ഞാനപ്പോൾ വാലന്റൈൻസ് ഡേ ആയ കാരണം കൊണ്ട് കുറച്ച് റെഡ് കളറൊക്കെ നിന്നോട്ടെ എന്ന് കരുതിയിട്ട് സ്ട്രോബെറി സിറപ്പാണ് കേട്ടോ ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള നമ്മളെ വാലന്റൈൻസ് ഡേ പുഡിംഗ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിൻ്റെ റെസിപ്പിയിലേക്ക് കടക്കുന്നതിന് മുന്നായിട്ട് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്കിപ്പോൾ ഈ അടിപൊളി വാലന്റൈൻസ് ഡേ പുഡിംഗ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് പുഡിംഗ് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ പുഡിംഗ് ഉണ്ടാക്കുന്നതിന് ആദ്യമായിട്ട് ഞാനിവിടെ 20 ഗ്രാം ചൈന ഗ്രാസ് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ആദ്യം തന്നെ നമുക്കൊരല്പം വെള്ളം ഒഴിച്ചിട്ട് അതിൽ കുതിർത്ത് വെക്കണം. അപ്പോൾ 20 ഗ്രാം ചൈന ഗ്രാസിന് ഞാനിവിടെ 1.5 കപ്പ് വെള്ളമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിലേക്ക് 1.5 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് കുതിരാൻ വേണ്ടി വെക്കാം. ഒരു 15 to 20 മിനിറ്റ്സ് ഇങ്ങനെ ഇരിക്കട്ടെ കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കുതിർന്ന് കിട്ടും. എന്നിട്ട് നമുക്ക് ഇതൊന്ന് അടുപ്പിൽ വെച്ചിട്ട് ഇതൊന്ന് അലിയിച്ചെടുക്കണം. അപ്പം നമ്മളുടെ ചൈന ഗ്രാസ് ഇവിടെ ഒരു 20 മിനിറ്റ്സ് ആയി ഇതിൽ വെള്ളത്തിൽ ഞാനിങ്ങനെ കുതിർത്ത് വെച്ചിട്ട് കേട്ടോ. ഇതപ്പോൾ ഇനി നമുക്ക് കുക്ക് ചെയ്യുന്നൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതങ്ങനെ തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇപ്പം ഞാനിത് അടുപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പം മീഡിയം ഫ്ലെയിമിനേക്കാൾ കുറച്ച് വെക്കുക. എന്നിട്ട് ഇതിങ്ങനെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി. ഈ സമയത്ത് തന്നെ നമുക്ക് ഇതിൽ വേണ്ട പാല് ഒന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഇതിനോടൊപ്പം തന്നെ പാലും മറ്റേ അടുപ്പത്ത് നമുക്ക് ചെയ്തെടുക്കാം. അപ്പം നമ്മൾ ഈ പുഡിങ്ങിലേക്ക് വേണ്ടിയിട്ടുള്ള പാല് ഞാനിപ്പോൾ അടുപ്പിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് 1 ലിറ്റർ പാലുണ്ട്. അതായത് 250 ml കപ്പിൽ 4 കപ്പ് പാലാണ് ഇത് 1 ലിറ്റർ പാലെന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അത് ഞാനിപ്പം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരട്ടെ. ആ സമയത്ത് നമുക്കിതിലേക്ക് കണ്ടൻസ് മിൽക്കും അതുപോലെ തന്നെ കുറച്ച് പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ പാലൊന്ന് ഇളക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ അത് അടുക്കി പിടിക്കും. പ്രത്യേകിച്ച് സ്റ്റീൽ പാത്രത്തിലായ കാരണം അടുക്കി പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കുക ഇടയ്ക്ക്. അതുപോലെ തന്നെ ഇടയ്ക്ക് നമ്മളിവിടെ വെച്ചിട്ടുള്ള ചൈന ഗ്രാസ് ഉണ്ടല്ലോ, അതും കൂടി ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ, ഇടയ്ക്കിടയ്ക്കായിട്ട്. ഇപ്പം നമ്മളെ പാൽ ഇവിടെ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് ഞാനിതിലേക്ക് കണ്ടൻസ് മിൽക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. 1 ടിൻ കണ്ടൻസ് മിൽക്ക് ഉണ്ട് കേട്ടോ. അപ്പം ഞാനിങ്ങനെ 1 ടിൻ, അതായത് 300 ml ഉണ്ട് കേട്ടോ ഈ കണ്ടൻസ് മിൽക്ക്. അത്രയും ഇതിൽ ഫുൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഇത്രയും പോരാതെ വരും ഇതിൻ്റെ മധുരം. എപ്പോഴും ഇത് പുഡിംഗ് തണുത്ത് കഴിയുമ്പോൾ മധുരം നമുക്ക് കുറച്ചേ ഫീൽ ചെയ്യുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതിലേക്ക് ഒരു 1/2 കപ്പും കൂടി നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഞാൻ 1/2 കപ്പ് കേട്ടോ, അതായത് 125 ml കപ്പിൽ 1 കപ്പ്, അതായത് 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് തിളച്ചാൽ മതി കേട്ടോ. ഇതൊന്ന് തിളച്ച് കുറുകിയൊന്നും വരണ്ട, അത് വരയ്ക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ആ കണ്ടൻസ് മിൽക്കും കൂടെ ചേർത്ത് നമ്മളെ പാലിവിടെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് ഞാനിതിലേക്ക് 250 ml വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഇത് നിങ്ങൾക്ക് ഓപ്ഷണലാണ്, താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്താൽ മതി. ഈ വിപ്പിംഗ് ക്രീം ഇങ്ങനെ ഒഴിക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മളെ പുഡിങ്ങിന് നല്ലൊരു ടേസ്റ്റ്, നല്ല തിക്നെസ്സോട് കൂടി, അതായത് ഒരു റിച്ച് ടേസ്റ്റ് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് തികച്ചും ഓപ്ഷണലാണ്, കയ്യിലുണ്ടെങ്കിൽ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് ചൂടാവട്ടെ, തിളയ്ക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അത് ഒഴിക്കുമ്പോൾ തന്നെ അതൊന്ന് നന്നായിട്ട് ചൂടായിട്ട് വരുന്നുണ്ട്. അപ്പം നമ്മൾ ആ വിപ്പിംഗ് ക്രീമും കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് ചൂടായിട്ടുണ്ട്. ഈ സമയത്ത് നേരത്തെ നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നില്ലേ ചൈന ഗ്രാസ്, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അതായത് ഇതൊരു 20 ml ചൈന ഗ്രാസ് ഞാൻ 1.5 കപ്പ് വെള്ളത്തിൽ കുതിർത്തിട്ട് അതൊന്ന് മെൽറ്റ് ചെയ്യിപ്പിച്ചെടുത്തതാണ് കേട്ടോ. അരിച്ചൊന്നും ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇതിൻ്റെ കൂടെ നന്നായിട്ട് ഇളക്കിക്കൂട്ടി നമുക്ക് മിക്സ് ചെയ്യാം. ഈ സമയത്ത് തീ വളരെ സ്ലോയിൽ വെച്ചാൽ മതി കേട്ടോ. അപ്പം നമ്മൾ ആ ചൈന ഗ്രാസ് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം ഇതിലേക്ക് ഒരു നുള്ള് ഉപ്പിട്ട് കൊടുക്കാം. അത് നമ്മൾ ആ മധുരത്തിനൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ.
ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. നമ്മളിപ്പോൾ സ്ട്രോബെറി പുഡിംഗ് ആണ് ഉണ്ടാക്കുന്നതെങ്കിലും ഒരല്പം വാനില എസൻസ് ഒഴിച്ചു കൊടുത്താൽ കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റ് കിട്ടും കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇപ്പം നമ്മൾ തീ വളരെ കുറവായിട്ടാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് ഒഴിക്കാനുള്ളത് ഞാനിപ്പോൾ ഒഴിക്കുന്നത് സ്ട്രോബെറി സിറപ്പാണ് കേട്ടോ. സ്ട്രോബെറി സിറപ്പാണ് ഇപ്പം ഞാൻ ഒഴിക്കുന്നത്. അപ്പോൾ അതിനങ്ങനെ അളവ് പറയാൻ പറ്റില്ല. നമ്മളിതിൽ ഒഴിച്ചിട്ട് നമുക്ക് എത്രയാണോ ഇതിന് കളറ് കിട്ടേണ്ടത് അത്രയും അളവിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എത്ര ഇഷ്ടം, ചിലർക്ക് നല്ല റോസ് കളറാവണം, ചിലർക്ക് ലൈറ്റായിട്ട് മതി. അപ്പോൾ എങ്ങനെയാണോ എന്ന് വെച്ചാൽ ആ ഒരു അളവിലേക്ക് ഒഴിക്കുക കേട്ടോ. അപ്പം ഞാൻ ആ സ്ട്രോബെറി സിറപ്പും കൂടി ഒഴിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മളുടെ പുഡിങ്ങിന് നല്ലൊരു കളർ കിട്ടിയിട്ടുണ്ട്. ഞാൻ ഈ ഒരു കളറിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കളറിൽ വ്യത്യാസം വരുത്താം. ഇതിനോടൊപ്പം നിങ്ങളുടെ കയ്യിൽ സ്ട്രോബെറി ക്രഷ് ഉണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സമയത്ത് ഇട്ട് കൊടുക്കുക. നമ്മൾ കേക്കിലൊക്കെ ചേർക്കാറില്ലേ സ്ട്രോബെറി ക്രഷ്, അതുണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ സ്ട്രോബെറി ക്രഷ് ചേർക്കുന്നില്ല. ഇപ്പോൾ ഞാൻ ഈ സിറപ്പ് മാത്രമേ ചേർത്തിട്ടുള്ളൂ കേട്ടോ. എന്നിട്ട് ഞാനിപ്പം തീ ഓഫ് ചെയ്യാണ്. തീ ഓഫ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കണം ഒരു അല്പസമയം കേട്ടോ. അല്ലെങ്കിൽ അതിൻ്റെ മുകളിൽ ഇങ്ങനെ പാട കെട്ടാനുള്ള സാധ്യതയുണ്ട്. അത് കാരണം കൊണ്ട് ഇടയ്ക്ക് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഇത് തണുത്തതിന് ശേഷം നമുക്കിതിൻ്റെ മോൾഡിലേക്ക് മാറ്റാം. ഞാനപ്പോൾ നമ്മളെ പുഡിംഗ് സെറ്റ് ചെയ്യാൻ പോകുന്നത് ഇങ്ങനത്തെ ഒരു സ്വിറൽ ടൈപ്പ് മോൾഡിലാണ് കേട്ടോ. ഇതിപ്പോൾ സിലിക്കയാണ് ഈ മെറ്റീരിയൽ. ഇത് കേക്ക് ടിൻ പോലത്തെ ടിന്നല്ല കേട്ടോ. ഇത് കണ്ട ഇങ്ങനെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു ടൈപ്പ് മെറ്റീരിയലാണ്. ഇതിലാണ് ഞാനിപ്പോൾ സെറ്റ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് നമുക്കൊരല്പം എണ്ണ തടവി കൊടുക്കണം. ഒന്നുകിൽ നമുക്ക് കൈ വെച്ചിട്ട് തടവി കൊടുക്കാം, അതല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു ബ്രഷ് വെച്ചിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കണം കേട്ടോ. പക്ഷേ എണ്ണ ഒട്ടും തന്നെ കൂടി പോകരുത്. അപ്പോൾ നമ്മൾ പുഡിങ്ങിന് എണ്ണയുടെ ഒരു ചുവ വരും. അത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പുഡിങ് കമത്തിയിടുമ്പോൾ നല്ല ക്ലിയർ ആയിട്ട് അത് കമന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. എപ്പോഴും സൺഫ്ലവർ ഓയിൽ പോലത്തെ എന്തെങ്കിലും ഓയിൽ അതിൽ ജസ്റ്റ് ഒന്നിങ്ങനെ തടവി, അപ്പോൾ ഇതിൻ്റെ ഈ ഗ്യാപ്പുകളുണ്ടല്ലോ, ഈ ഗ്യാപ്പിൽ നന്നായിട്ടൊന്ന് തടവി കൊടുക്കാട്ടെ. ഇങ്ങനെ ബ്രഷ് വെച്ചിട്ട് അല്ലെങ്കിൽ കൈ വെച്ച് ചെയ്താലും മതി. കൈ വെച്ച് ചെയ്യുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതിലാണ് ഞാനിത് ഒഴിക്കാൻ പോകുന്നത്. അപ്പോൾ ഒന്നും കൂടി ചൂടാറാനുണ്ട്. ചൂടാറിയതിന് ശേഷം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പം ഞാനത് ഈ മോളിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെക്കാം. ഫ്രീസറിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല, ഫ്രിഡ്ജിൽ തന്നെ വെച്ചാൽ മതി. ഒരു 2 മണിക്കൂറൊക്കെ ആകുമ്പോഴേക്കും തന്നെ സെറ്റായി കിട്ടും നമുക്ക്. അപ്പോൾ ഇതൊന്ന് സെറ്റായിട്ട് നമുക്ക് നോക്കാം കേട്ടോ എങ്ങനെയാണ്. നമ്മളെ പുഡിങ് ഇപ്പോൾ ഇവിടെ സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊരു സിലിക്കയുടെ മെറ്റീരിയലാണെന്ന് ഞാൻ പറഞ്ഞില്ലേ, കേക്ക് ടിന്നല്ല അത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് നമുക്ക് ഇങ്ങനെ ഇളക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ് കേട്ടോ. അപ്പോൾ ഇവിടെ കണ്ട ഇങ്ങനെ ആക്കുമ്പോഴേക്കും തന്നെ അത് നന്നായിട്ട് ഇളകി കിട്ടും. ഓക്കെ, ഇങ്ങനെ ഒന്ന് നമ്മൾ ശ്രദ്ധിച്ചൊന്നാക്കി കൊടുത്താൽ മതി. അപ്പോൾ ഇവിടുന്ന് നന്നായിട്ട് അത് ഇളകി വരും കേട്ടോ. അപ്പോൾ ഇനി ഞാനിതൊന്ന് ഒരു പാത്രത്തിലേക്കൊന്ന് കമത്തി എടുക്കട്ടെ. അപ്പോൾ ഞാനിത് ഈ പാത്രത്തിലേക്കൊന്ന് കമഴ്ത്തിയിട്ടുണ്ട് കേട്ടോ. നമുക്കൊന്ന് നോക്കാം. നമ്മളെ അടിപൊളി ഇവിടെ പുഡിംഗ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലൊന്നൊരു ഡെക്കറേഷൻ കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പം ചെയ്യുന്നത് ഒരു വാലന്റൈൻസ് ഡേ സ്പെഷ്യലായ കാരണം കൊണ്ട് ഇതിനകത്ത് സ്ട്രോബെറി സിറപ്പാണ് ഈ ഗ്യാപ്പിലെല്ലാം ഫില്ല് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഒരു നല്ല അടിപൊളി റെഡ് കളറൊന്ന് എടുത്ത് നിൽക്കട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഇപ്പോൾ സ്ട്രോബെറി സിറപ്പ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ചോക്ലേറ്റ് സിറപ്പ് ഉപയോഗിക്കാം. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് ഞാനിപ്പം പറഞ്ഞു തരാം. ഞാനിപ്പോൾ ഇതിൻ്റെ ഈ ഒരു ഗ്യാപ്പിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് കണ്ടോ, ഈ സ്ട്രോബെറി സിറപ്പാണ് കേട്ടോ ഞാൻ ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് ഇതിനിപ്പം ചോക്ലേറ്റ് സിറപ്പ് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഒരു 150 ഗ്രാമിലുള്ള ചോക്ലേറ്റ് കോമ്പൗണ്ട് എടുക്കുക. അതായത് നമ്മൾ ഈ ഗണേശൊക്കെ ഉണ്ടാക്കാൻ എടുക്കില്ലേ, മിൽക്ക് ചോക്ലേറ്റ് തന്നെ, അതെടുത്തതിന് ശേഷം അതിലേക്ക് ഒരു 100 ഗ്രാമിന് താഴെ ഒരു 80 ഗ്രാമൊക്കെ ഒരു വിപ്പിംഗ് ക്രീം അതിൽ മിക്സ് ചെയ്യുക. എന്നിട്ട് മൈക്രോവേവ് ചെയ്യുന്നവരാണെങ്കിൽ ഒരു 1 മിനിറ്റ് മൈക്രോവേവ് ചെയ്യുക. അതല്ലെങ്കിൽ നമ്മൾ ഗ്യാസ് സ്റ്റൗവിലാണ് ചെയ്യുന്നതെങ്കിൽ അത് ഡബിൾ ബോയിലിംഗ് മെത്തേഡിൽ ചെയ്താൽ മതി. അതായത് തിളയ്ക്കുന്ന വെള്ളത്തിൻ്റെ മുകളിൽ ഈ പാത്രം, അതായത് ഈ ക്രീമും നമ്മൾ ചോക്ലേറ്റും കൂടിയിട്ടുള്ള മിക്സ് ഉണ്ടല്ലോ, ആ പാത്രം വെള്ളത്തിൻ്റെ മുകളിൽ പിടിക്കുക. അപ്പോൾ അത് തന്നെ ഉരുകി വരും. ഒരു 5 മിനിറ്റിലൊക്കെ അത് ഉരുകി കിട്ടും. എന്നിട്ട് ആ സിറപ്പ് ഇതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ചോക്ലേറ്റ് സിറപ്പ് ഒഴിക്കാൻ പോവാണ്.
ഇതാ നോക്കൂ, കണ്ട. ഞാനിപ്പോൾ ഈ ചോക്ലേറ്റ് സിറപ്പാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഈ ഒരു ഗ്യാപ്പിലും നമുക്കിത് ഫില്ല് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിങ്ങനെ സ്ട്രോബെറി ഈ ഇതിലൊക്കെ വെച്ചിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് നിങ്ങളുടെയൊക്കെ ഒരു താല്പര്യത്തിനനുസരിച്ച് ചെയ്ത് കൊടുക്കാം. ഇതാ ഞാനപ്പോൾ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ചെറി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ഈ ഉപയോഗിച്ചിട്ടുള്ള ചെറി നമ്മൾ കേക്കിലൊക്കെ ഉപയോഗിക്കുന്ന ഗ്ലേസ്ഡ് ആയിട്ടുള്ള ചെറി ഉണ്ടല്ലോ, അതാണ് വെച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് ഫ്രഷ് ആയിട്ടുള്ള ചെറി കിട്ടുന്നുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഇത് പുതിനയിലയാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഇല, ഈ നാരകത്തിൻ്റെ ഒക്കെ ഇല ഉണ്ടല്ലോ, അതാകുമ്പോൾ ഇത്തിരി കൂടി സ്റ്റിഫായിട്ട് നിൽക്കും. അങ്ങനെ കിട്ടുകയാണെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം. അപ്പോൾ ഇതിൻ്റെ ഡെക്കറേഷനൊക്കെ നിങ്ങളുടെ ഒരു ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മളെ വാലന്റൈൻസ് ഡേ സ്പെഷ്യലായിട്ടുള്ള പുഡിങ്ങാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. നല്ല അടിപൊളിയല്ലേ, നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. അപ്പോൾ ഈ ഒരു കേക്ക് ഇത് ഞാനിതൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം കേട്ടോ. പക്ഷേ സത്യം പറഞ്ഞാൽ എനിക്കിത് കട്ട് ചെയ്യാൻ തോന്നണില്ല, അത്രയും ഭംഗിയാണ് ഇതിങ്ങനെ ഇരിക്കുന്നത് കാണാനായിട്ട്. ഞാൻ കാണിക്കാം ഇതെങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ ഇതാ നമുക്ക് നോക്കൂ, ഇതാ ഇങ്ങനെ സിറപ്പിലുമുള്ളത് ഇങ്ങനെ എടുക്കുക. ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ, സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ നമുക്കിതിൽ നിന്ന് ഒരു പീസ് ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. ഞാനപ്പോൾ ഇവിടെ കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതാ അപ്പം ഞാനിവിടെ അത് കട്ട് ചെയ്ത് ഈ ഒരു സെർവിങ് ബൗളിലേക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മുകളിൽ നമുക്ക് സിറപ്പ് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ചോക്ലേറ്റ് സിറപ്പ് ഉപയോഗിക്കുന്നവർ അത് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ നല്ല അടിപൊളിയായിട്ടുള്ള നമ്മളുടെ പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, അടിപൊളിയാണ് കേട്ടോ ടേസ്റ്റ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി എഴുതാനും മറക്കരുത്. അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ് സൂസ് കിച്ചൺ.